നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. 1000 റംസാൻ കിറ്റ് വിതരണവും ഇഫ്താർ മീറ്റും കരിയങ്ങാട് അസറ്റ് വായന മുറ്റത്ത് സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് റാജിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ 1000 കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾ മുഖേന നൽ റമദാൻ കിറ്റുകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനവും ഇഫ്താർ സംഗമവും കടിയങ്ങാട് ചരിഷ്മ വായനമുറ്റത്ത് സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് റാജിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മറ്റേ ആളുകളുടെ അനുഭവങ്ങളിലൂടെയും ഒക്കെ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് കേട്ടറിവുണ്ടെങ്കിലും അത് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ തന്നെ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് വിശപ്പിനെ സഹിച്ചുകൊണ്ട് തന്റെ സഹോദരങ്ങളുടെ പട്ടിണി അറിഞ്ഞുകൊണ്ട് എന്നാൽ എല്ലാവരെയും സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് അടുക്കുന്ന ഒരു വലിയ യാത്രയാണ് ശരിക്കും നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവ് മനുഷ്യർക്ക് വിശ്വാസികൾക്ക് നിർബന്ധമാക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുകയാണ്. നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയുക ആ പ്രൊഡക്റ്റിന്റെ ക്രിയേറ്റർക്കാണ്, അതിന് മാനുഫാക്ചേഴ്സിനായിരിക്കും. എന്നതുപോലെ തന്നെ മനുഷ്യൻ അറിയുന്നതിലുപരി അറിയുന്ന സൃഷ്ടാവ് പറയുകയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഭയഭക്തിയുള്ളവരാകാൻ കഴിയുമെന്ന് ഖുർആൻ പറയുകയാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. ആത്മസംസ്കരണം എന്ന് പറയുമ്പോൾ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മസംസ്കരണമാണ്. എന്താണ് ആത്മസംസ്കരണം? കേൾക്കാൻ രസമുള്ള വാക്കാണ്, എന്നാലും നമ്മുടെ ജീവിതത്തിൽ സാമൂഹിക ജീവികളാണ് നമ്മൾ മനുഷ്യർ. ആ ജീവിതത്തിൽ പല രീതിയിൽ തെറ്റുപറ്റി പോകുന്ന ആളുകളാണ്. അസൂയ വരാം, അഹങ്കാരം വരാം, അങ്ങനെ ഹൃദയത്തിന് കറ പിടിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകൾ നമുക്ക് വരാം, ദേഷ്യം വരാം, പകയുണ്ടായിരിക്കാം. എന്നാൽ ഇതൊന്നും മനുഷ്യന്റെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നില്ല എന്നും ഇതിലൊന്നുമല്ല ഈ ലോകത്തെ, ഈ ദുനിയാവിനെ ജീവിതം കൊണ്ട് നേടേണ്ടതും ഇതുകൊണ്ട് ഒന്നുമല്ല കാര്യം എന്നുള്ള ഒരു വലിയ സത്യത്തിലേക്ക് ഷാഹി മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഫീഖ് സക്കറിയ ഫൈസി റംസാൻ സന്ദേശം നൽകി. ചങ്ങരോത്ത്, കൂത്താളി, പേരാമ്പ്ര, നൊച്ചാട്, ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളിലെ നിർധനരായവർക്ക് 1000 റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് ലീഗ് ഭാരവാഹികൾക്ക് അനുമോദനം നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് മിനി വട്ടക്കണ്ടി, SP കുഞ്ഞമ്മദ്, ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൈമ വാഴയിൽ, കല്ലൂർ മുഹമ്മദ് അലി, DCC സെക്രട്ടറി രാമചന്ദ്രൻ മാസ്റ്റർ, രാജൻ മരുതേരി, PK രാഗേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ജീവകാരുണ്യ പ്രവർത്തകനും അസറ്റ് ചെയർമാനുമായ CH ഇബ്രാഹിംകുട്ടി നന്ദി പറഞ്ഞു. 5 പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ ക്ഷണം സ്വീകരിച്ച്, ഞങ്ങളൊക്കെ ക്ഷണം സ്വീകരിച്ച് ഈ അസറ്റ് വായനാ മുറ്റത്തെത്തിയ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മുൻപ് ഈ വീട്ടുമുറ്റത്ത് ഉമ്മയെ കാണാൻ വേണ്ടി കുവൈത്ത് രാജകുമാരി ഷെയ്ഖ മറായം അൽ ഖൈർ അൽ സബ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ബഹുമാനാർത്ഥം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പറഞ്ഞത്, കാരുണ്യത്തിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുകരിക്കാൻ പറ്റുന്ന കാരുണ്യത്തിന്റെ മുഖമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ അവരുടെ ബഹുമാനാർത്ഥം ഇനി നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ നിയോജക മണ്ഡലത്തിലെ മിനിമം 1000 കുടുംബങ്ങൾക്കെങ്കിലും ഇതുപോലെ റംസാൻ കിറ്റ് എത്തിക്കണമെന്ന്
ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.